എന്നത്തെയും പോലെ ഒരു കൊച്ചു ദിവസമാണ് കേട്ടോ ഇന്നും എനിക്ക്. അപ്പോൾ വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കിയിട്ട് തുണി മടക്കാന്ന് വിചാരിച്ചിട്ട് റൂമിലേക്ക് വന്നതാ. തുണി മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീട്ടമ്മ എന്നുള്ളൊരു ടോപ്പിക് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക. കാരണം ഞാൻ ആ വീട്ടമ്മ എന്നുള്ള പദവി എടുത്ത് തലയിൽ വെച്ചിട്ട് 10 വർഷമായേ. അപ്പം നമ്മൾ രാവിലെ എണീക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, പിള്ളേരുടെ കാര്യം നോക്കുന്നു, തുണി വാഷ് ചെയ്യുന്നു, തുണി വിരിക്കുന്നു, തുണി മടക്കുന്നു, തറ തുടയ്ക്കുന്നു, തൂക്കുന്നു, എല്ലാ ജോലികളും ചെയ്തിട്ട് വൈകുന്നേരം ഹസ്ബൻഡ് വരുമ്പോഴത്തേക്കും ഒരു കട്ടനൊക്കെ ആയിട്ട് അടുത്ത് പോകുന്നു. ചേട്ടാ നമുക്കൊന്ന് വെളിയിലോട്ട് പോവാമോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫിലിമിന് പോവാമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ട, ഇന്നിപ്പോൾ വേണ്ട, സമയം കാണില്ല അല്ലേ ചേട്ടാ എന്ന് ചോദിച്ച് സമാധാനിച്ചിരിക്കുന്നു. അടുത്ത് വീണ്ടും രാവിലെ എണീക്കുന്നു, ഇതേ ജോലി റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ ചിന്തിക്കുക, നമുക്ക് എന്നും ഒരേ ദിവസം ഇങ്ങനെ കടന്നു പോവല്ലേ, എന്തുവാ ഇത് എന്ന് ചോദിച്ചിട്ട് ഹസ്ബൻഡിനോട് സംസാരിക്കുമ്പോൾ പറയും, നിനക്ക് എന്താ പണി വീട്ടിലെ, നിനക്ക് വീട്ടിലെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരെ, എനിക്ക് അങ്ങനെയാണോ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ഒരു മനസ്സുഖം, മനസ്സിനൊരു വല്ലാത്ത സുഖമാണ്. അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എല്ലാ പണിയും കഴിഞ്ഞിട്ട്, എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് വീട്ടിലൊരു മൂലയ്ക്കിരിക്കുന്ന പൊടി പോലും നമ്മൾ സഹിക്കത്തില്ല. അതുവരെ തൂത്ത് വൃത്തിയാക്കിയിരിക്കുന്ന ആ വീട്ടമ്മയുടെ സ്വഭാവം എന്ന് പറയുന്നത്. പൊതുവെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ടും മിക്ക വീട്ടിലുള്ള പെൺപിള്ളേരും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ഒരു അടുക്കി വെച്ചേക്കുന്ന അലമാര മുതൽ ഒരു ഷെൽഫ് മുതൽ അങ്ങനെ തുടങ്ങും നമ്മുടെ ജീവിതം അല്ലേ. അപ്പം എനിക്ക് എൻ്റെ വീട്ടുജോലി ഞാനുമായിട്ട് ഇങ്ങനെ പറ്റി പറഞ്ഞു വരുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ വീട്ടുപണികളും വീട്ടമ്മ എന്നുള്ള പദവിക്കും ചേർന്ന ഒരു പാട്ട്, അതായത് എൻ്റെ മനസ്സിൽ വരും കേട്ടോ. പാട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഒരു ലവ് സോങ് ആയിട്ട് തോന്നും, പക്ഷെ നിങ്ങൾ അതിൽ വരികൾ ശ്രദ്ധിച്ചു നോക്കണം. മീൻസ് നമ്മുടെ വീട്ടുജോലികളുമായിട്ട് മാത്രം ചിന്തിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ആ പാട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏതാന്ന്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കടക്കാം. ജീവാംശമായി താനേ നീന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈരൻ തൂമഞ്ഞാൽ തോരാതെ പെയ്തു നീയേ, പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാട് തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാ മനസ്സിൽ ചിറകിൽ ഒളിച്ച മോഹം പൊൻപീലിയാലെ വളർന്നിതാ. അപ്പൊ ഈ പാട്ട് പാടുമ്പോൾ ഞാൻ ചെറിയ സൈക്കോ ആണെന്ന് നിങ്ങൾക്ക് തോന്നും. അത് എല്ലാ വീട്ടമ്മമാരും ചെറിയ സൈക്കോകളാണ്. വീട്ടുപണിയും വീടുമായിട്ട് എന്തൊക്കെയോ സാമ്യമല്ലേ ഈ പാട്ടിന്, ഞാനുമായിട്ടും എന്തൊക്കെയോ സാമ്യമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ, ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ലൈക്കും ഫുൾ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട.